ഹായ് ഗായ്സ്, മൂവി റിവ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നത് കൂലിയുടെ പബ്ലിക് റിവ്യൂ നമ്മൾ കണ്ടിരുന്നില്ല. അപ്പൊ നമ്മൾ നമ്മുടേതായ മൈ ഒപ്പീനിയൻ പറയാമെന്ന് കരുതിയാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. ലോകേഷ് കനകരാജിന്റെ സൺ പിക്ചേഴ്സ് കീഴിൽ ഒരു കാലനിധിയിൽ മാരൻ നിർമ്മിച്ച 2025 ഇന്ത്യൻ തമിഴ് ഭാഷ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കൂലിയുടെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. ലവ് ദ ആക്ടിങ്. ചിലർക്ക് ഇഷ്ടപ്പെടുന്നു, ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല. കൂലി അത്തരത്തിലൊരു സിനിമയാണ് എന്നെനിക്ക് തോന്നി. കൂലിക്ക് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് തോന്നി. പക്ഷെ കൂലിയിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒന്നുമില്ല. രജനീകാന്തിന്റെ 171ാമത്തെ ചിത്രമായതിനാൽ 2023 സെപ്റ്റംബറിൽ 171 എന്ന താൽക്കാലിക പേരിലാണ് ഈ ചിത്രം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഇപ്പോൾ 2024 ഏപ്രിൽ ഔദ്യോഗിക പേര് പ്രഖ്യാപിച്ചു. അടുത്ത ജൂലൈ ചെന്നൈയിൽ, അങ്ങനെ 2025 മാർച്ചില് പകുതിയോടെ ഇതിന്റെ ഷൂട്ടിംഗ് അവസാനിച്ചു. 2025 ഓഗസ്റ്റ് 14 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ കൂലി റിലീസ് ചെയ്തു. നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും സംരക്ഷ പോസിറ്റീവ് അവലോകനങ്ങൾ ലഭിച്ച അവർ പ്രകടനങ്ങൾ അനിരുദ്ധിന് സംഗീതം, ആദ്യ പകുതി നർമ്മം, ആക്ഷൻ സ്ക്രീൻസുകൾ, ഛായാഗ്രഹണം, ആശയം എന്നിവ പ്രശംസിച്ചെങ്കിലും രണ്ടാം പകുതിയെ വിമർശിച്ചു. ഒന്നാം ഭാഗം നല്ല രീതിയിൽ പോയപ്പോൾ രണ്ടാം ഭാഗം വളരെ എന്തൊക്കെയോ നമുക്കൊന്നും ഇത് ഈ കഥ എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു എന്നും അറിയില്ല. ഒരു വിശാഖപട്ടണം എന്ന തുറമുഖത്ത് കള്ളക്കടത്തുകാരനായ സൈമൺ സേവ്യർ തന്റെ ലെഫ്റ്റനന്റ് ദയാലിനൊപ്പം സ്വർണവും ആഡംബര വാച്ചുകളും കടത്തുന്ന ഒരു ഓപ്പറേഷൻ അത് നടത്തുന്നു. സൈമോണിന്റെ മകൻ അങ്ങനെ അർജുൻ തന്റെ കുടുംബത്തിന്റെ ക്രിമിനൽ ബിസിനസ് ഉപേക്ഷിച്ച് കസ്റ്റംസ് ഓഫീസറായ മാറുന്നു. കൂലിയായി വേഷമിടുന്ന ഒരു രഹസ്യ പോലീസുകാരനെ ദയാൽ കൊലപ്പെടുത്തും. തുടർന്ന് സംഘത്തിലെ മറ്റൊരു രഹസ്യ ഉദ്യോഗസ്ഥനെ തുറന്നു കാട്ടുന്നവർക്ക് 2 കോടി പാരിതോഷികം വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് ഇതിലെ സിനിമ. ചെന്നൈയിലാണ് ദേവ ഒരു കർശനമായ ബോർഡിംഗ് ഹൌസ് നടത്തുന്നു. തന്റെ സുഹൃത്ത് രാജശേഖറിന്റെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ ശവസംസ്കാരം ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയെങ്കിലും രാജശേഖറിന്റെ മകൾ പ്രീതി അദ്ദേഹത്തെ തട്ടിയോടിച്ചു. മദ്യപിച്ച സുഹൃത്ത് രവി താനും രാജശേഖരും ജീവിതം നശിപ്പിച്ചതായി സമ്മതിക്കുന്നു. ഇത് അന്വേഷിക്കാൻ ദേവയെ പ്രേരിപ്പിച്ചു. പോസ്റ്റ്മോർട്ടത്തിന്റെ ഹൃദയാഘാതമാണ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും നെഞ്ചുവേദനയോടെ തെളിവുകൾ ദേവ പറയുകയാണ്. അപ്പോ മകളോട് പറയുകയാണ്. നെഞ്ചുവേദനയുടെ തെളിവുകൾ ദേവ കണ്ടെത്തുന്നു. ഒരിക്കൽ തകർന്ന രാജശേഖരൻ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിനായി ഒരു വൈദ്യ അക്ഷര കണ്ടുപിടിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരന്റ് നിരസിക്കപ്പെട്ടപ്പോൾ കൊലപാതകത്തിന് ഇരയായവരെ സംസ്കരിക്കുന്നതിന് മനുഷ്യ ഉപയോഗത്തിനായി അത് സ്വീകരിക്കാൻ സൈമൺ അദ്ദേഹത്തെ നിർബന്ധിച്ചു. ദയാൽ പ്രതിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. കാരണം പിതാവിന് ശേഷം വൈദികസ്ഥര എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് അവർക്ക് അറിയാമായിരുന്നു. പക്ഷേ ദേവ ഇടപെട്ട് ഓപ്പറേഷനിൽ ചേരുന്ന അവളുടെ സഹായത്തോടെ കസേര ഉപയോഗിക്കുന്നു. ദേവ പ്രീതിയോട് ഈ തൊഴിൽ ഉപേക്ഷിക്കാൻ പറയുന്നു. പക്ഷേ സഹോദരിമാരെ പിന്തുണക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ പ്രീതി നിസ്സഹായയാണ്. ഒടുവിൽ ദയാൽ ഒരു രഹസ്യ പോലീസുകാരനാണ് അവകാശപ്പെട്ടത്. ദേവയോട് ദയാൽ അടക്കം ചെയ്യാൻ സൈമൺ ആവശ്യപ്പെടുന്നു. അവർ ദയാൽ ജീവനോടെ കണ്ടെത്തുന്നു. അയാൾ തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുകയും പ്രതിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു.
ദയാൽ രാജശേഖരനെ കൊല്ലുന്നതിന്റെ വീഡിയോ സൈമൺ ദേവയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. പിന്നീട് ദയാൽ നെല്ലൂരിൽ നിന്നുള്ള ദേവയെ ബന്ധപ്പെടുകയും പ്രീതിയെ അവന്റെ ഒളിത്താവളങ്ങളിൽ ബന്ദിയാക്കുകയും ചെയ്യുന്നു. ദയാലിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ദേവ ഒരു തുറമുഖ നിലവറയിലേക്ക് പ്രവേശിക്കുകയും കൂലിപ്പട്ടാളക്കാരെ ലക്ഷ്യമിട്ട് ഒരു ഹൃദയകടത്ത് മോതിരം കണ്ടെത്തുകയും ചെയ്യുന്നു. അർജുനനെ കൊല്ലുക എന്നത് ഒരു ഉത്തരവ്. എന്നാൽ ദേവ അവനെ ഒഴിവാക്കി ഒരു ബോർഡിൽ തന്റെ കാമുകനോടൊപ്പം ഓടിപ്പോകാൻ ആവശ്യപ്പെടുന്നു. പ്രീതിയെ മേൽക്കൂരയിൽ ഭീഷണിപ്പെടുത്തി ദയാൽ പ്രതികാരം ചെയ്യുന്നു. പക്ഷേ ദിലീപ് എന്ന യഥാർത്ഥ പേര് വെളിപ്പെടുത്തി ദേവ അവനെ അസ്വസ്ഥനാക്കുന്നു. തൃശൂരിലെ കോൺസ്റ്റബിളിലായി ജോലി ചെയ്തിരുന്ന പോലീസുകാരനും തുടർന്ന് ദയാലിന്റെ ഭാര്യ കല്യാണിയെ പിടികൂടുകയും ചെയ്യുന്നു. കല്യാണി സ്വയം മോചിതനായി രവിയെ കൊല്ലുന്നു. താനും ദയാലും രഹസ്യ പങ്കാളികളാണെന്ന് വെളിപ്പെടുത്തുന്നു. പ്രീതിയെ പിന്തുടരാൻ ദയാലിനോട് കൽപ്പിക്കുന്ന പ്രീതി ട്രെയിനിൽ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷേ രാജശേഖരിൽ നിന്നുള്ള ഒരു കോഡ് ഉപയോഗിച്ച് അറിയാതെ ദേവയെ വിളിക്കുന്നു. താൻ ദേവയുടെ മകളാണെന്ന് വെളിപ്പെടുത്തുന്നു. ദേവയുടെ സഹായി ദയാലിൽ നിന്ന് അവളെ സംരക്ഷിക്കാൻ സ്വയം ത്യാഗം ചെയ്യുന്നു. പക്ഷേ ദയാൽ രക്ഷപ്പെടുന്നു. നിർത്തിയിട്ടിരിക്കുന്നവരുടെ കാറിലേക്ക് പോകാൻ കല്യാണി ദയാലിനോട് പറയുന്നു. ദയാൽ അവിടെ അർജുനനെ കണ്ടെത്തുന്നു. ദയാൽ സൈമണിനെ വിളിച്ച് തന്റെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നു. അർജുനനെ അവന്റെ മുന്നിൽ വെച്ച് കൊല്ലുന്നു. സൈമൺ ചെന്നൈയിലേക്ക് പോയി ദേവയുടെ പ്രീതിയും സഹോദരിമാരും കൊല്ലാൻ ദേവിയുടെ മാളികയിലേക്ക് തന്റെ ആളുകളെ അയക്കുന്നു. എന്നാൽ ദേവ തന്റെ ലഫ്റ്റനന്റ് കരീഷയുടെയും ദേവയ്ക്കൊപ്പം ജോലി ചെയ്തിരുന്ന 18 കൂലികളുടെയും സഹായത്തോടെ തന്റെ ആളുകളെ കൊല്ലുന്നു. ചെന്നൈയിൽ എത്തിയപ്പോൾ കല്യാണി പ്രീതിയെ പിടികൂടുന്നു. പക്ഷേ സൈമണിന്റെ ആളുകൾ തന്നെ തട്ടിക്കൊണ്ടുപോകുന്നു. ദയാലിനെ മുന്നിൽ വെച്ച് സൈമൺ കല്യാണിയെ കൊല്ലുന്നു. തുടർന്ന് പ്രീതിയുടെ ഹൃദയം കൊയ്യാൻ അവളെ പിടികൂടുന്നു. ദേവ കപ്പലിൽ കയറി തന്റെ ഭൂതകാലം വെളിപ്പെടുത്തുന്നു. 1990കളിലാണ് സൈമണിന്റെ പിതാവ് സേവർ, പങ്കാളി കാഗർ എന്നിവരുടെ കീഴിൽ ഉത്തരേന്ത്യൻ പട്ടണമായ മൗണ്ടയിൽ ഒരു കൂലി യൂണിയൻ നേതാവായിരുന്നു. അവരുടെ ചൂഷണത്തിനെതിരായ അദ്ദേഹം പേരടി മയക്കുമരുന്ന് കള്ളക്കടത്ത് മറച്ചുവെക്കാൻ 100 കൂലിക്കാരെ കൊല്ലാൻ ശ്രമിച്ചെങ്കിൽ ദേവയും കലീഷയും ഒരു കലാപം നയിച്ചു. 70 കൂലികളെ നഷ്ടപ്പെടുത്തി സേവറിനെ ഇല്ലാതാക്കി. ഒരു ചെറുപ്പക്കാരനായ സൈമൺ തന്റെ പിതാവിന്റെ മരണം കാരണം കാണാൻ ശ്രമിച്ചു. പക്ഷെ അമ്മയിൽ നിന്ന് അത് തടയപ്പെട്ടു. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ആഘാതമായ സംഭവമായി മാറി. പ്രീതി തന്റെ മകളാണെന്ന് സൈമണിനോട് പറഞ്ഞ ദേവ ധ്യാനയുദ്ധം നടത്തി അയാളെ കൊല്ലുന്നു. കൂലികൾ കപ്പൽ നശിപ്പിക്കുന്നു. പിന്നീട് ഗംഗാറിന്റെ മകനാണ് വെളിപ്പെടുത്തിയ ദാഹ എന്ന ആഗോള സിൻഡിക്കേറ്റ് നേതാവ് ദേവ കലീഷ പ്രീതി അവരുടെ സഹോദരിമാരെ മരുഭൂമിയിലേക്ക് തട്ടിക്കൊണ്ടുപോകും. ഇതിൽ മതിപ്പുളവാക്കിയ ദാഹ ദേവയ്ക്ക് തന്റെ വലങ്കയ്യയുടെ സ്ഥലം വാഗ്ദാനം ചെയ്യുന്നു. തന്റെ കൂലിക്കാരെ ഒഴിവാക്കണമെന്ന വ്യവസ്ഥയിൽ ദേവ സമ്മതിക്കുന്നു. ദയാലിനൊടുവിൽ പിടികൂടി ജീവനോടെ കുഴിച്ചിടുന്നു. പ്രീതിയെ സഹോദരിമാരും വിദേശത്തേക്ക് പോകുന്നു. ദേവ തന്റെ അച്ഛനാണെന്ന് അറിയാതെ അവനോട് ക്ഷമിച്ച് അവളുടെ വിടവാങ്ങളിൽ അവനെ അമ്മാവ എന്ന് വിളിക്കും. ദേവ പ്രീതിയുടെ അച്ഛനായാണ് ഇതിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കൂലി എന്ന് പറയുന്ന സിനിമയിൽ രജനീകാന്ത് അച്ഛന്റെ വേഷം തന്നെയാണ് അണിയുന്നത്. ഇപ്പൊ അഭിനേതാക്കൾ ദേവരാജ് ദേവയായി രജനീകാന്തും സൈമൺ സായിയായി നാഗാർജുന അഗ്നിനെനിയും കാർത്തികേയ ദേവ് യുവ സൈമൺ ആയി ആണ് നാഗാർജുനൻ അഗ്നിനേനി, ദയാൽ ദിലീപായി സൗബിനും ഷാഹിറും, കലീഷയായി ഉപേന്ദ്ര, പ്രീതി രാജശേഖരനായി ശ്രുതി ഹസൻ, രാജശേഖരനായി സത്യരാജ്, കല്യാണിയായി രജിത റാം, അർജുനനായി കണ്ണ രവി, റിബാക് മോണിക്ക ജോൺ, മൊനീഷ ബ്ലസ്സി, ചാർലി, പളനിസ്വാമിയായി കാളി വെക്കട്, കുമാറായി ലോളു സഭാമാരൻ, ദിലീപൻ, കാർത്തികയായി കരേട്ട
രവി രാഘവേന്ദ്രൻ വിക്രം സിംഗ് ആയി, അങ്ങനെ മഹേഷ് മഞ്ചേശ്വരൻ പിതാവായി, അങ്ങനെ അമീർ ഖാൻ ഒരു ദഹായയായി പ്രത്യേക ഒരു രൂപം. അമീർ ഖാന്റെ ഒരു വേസ്റ്റ് ക്യാരക്ടറായിരുന്നു. അമ്മയ്ക്കൊട്ടും ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു അറഗന്റ് പോലത്തെ ഒരു ഫീലുള്ള ഒരു ക്യാരക്ടർ. കൂലി കണ്ടപ്പോ വലിയ സംഭവമൊന്നും തോന്നിയില്ല. ആവറേജ് സിനിമ എന്ന് തന്നെ പറയാം. ആവറേജിന് താഴെ, ഈ ബിലോ ആവറേജ് മാത്രമേ ആവുന്നുള്ളൂ, അബോവ് ആവുന്നില്ല. അപ്പം കാണുന്നവർ തിയേറ്ററിൽ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. OTT വെയിറ്റിംഗ് ലിസ്റ്റുള്ള പടമാണ്. അപ്പം കൂലി ഒരു ആക്ഷൻ മേക്കിംഗ് ഒരുപാടുണ്ട്, പിന്നെ ഇമോഷണലുമായും ഒരുപാട് ബന്ധങ്ങളുണ്ട്. മൊത്തത്തിൽ ഒരു ആക്ഷൻ കോറിയോഗ്രാഫി സിനിമകൾ തന്നെയാണ്. വെട്ടും കുത്തും ഒക്കെയുള്ള ഒരു എക്സ്ട്രൽ ആക്ഷൻ മൂഡ് സിനിമ. പക്ഷെ പ്രേക്ഷകർക്ക് കഥ മനസ്സിലാവില്ല. ഈ കഥയെ ഒരു പഴയ കാലഘട്ടത്തിലേക്കല്ലേ കൊണ്ടുപോകുന്ന പല കഥകളും നമ്മളെ കാണിക്കുന്നുണ്ട്. വണ്ടർഫുൾ എന്ന് പറയാൻ ആയിട്ടില്ല, കാരണം അത്രക്കും പ്രേക്ഷകരുടെ മനസ്സിൽ രണ്ടാം ഭാഗത്തിലേക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നതുകൊണ്ട് പിടുത്തം കിട്ടുന്നില്ല. ഒരു പടം എങ്ങനെ അവസാനിക്കണമെന്ന് യാതൊരു ലോജിക്കില്ലാത്തതുപോലെ തോന്നി. അങ്ങനെയുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ഈ കഥ മൊത്തം പറഞ്ഞു തീർക്കാനാണെങ്കിലും ഒരുപാട് പ്രയാസമുണ്ട്. അപ്പം നമുക്കിപ്പോൾ കഥ പറഞ്ഞു തന്നാലും വ്യക്തമായിട്ടൊന്നും ഈ പ്ലാൻ നമുക്ക് വ്യക്തത കിട്ടില്ല. ഒരു സിനിമ എന്ന് പറയുന്ന ലോജിക്കിൽ മാത്രം കാണുക, മറ്റൊന്നും ചിന്തിക്കണ്ട. പിന്നെ സമയം വേസ്റ്റായി പോകുന്നു എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം. ഒരു സിനിമ കാണാൻ പോയാൽ അത് വേസ്റ്റാകുക എന്നത് പണ്ടേ ഉള്ളതാണ്. അതാകരുത്. സിനിമ കാണുമ്പോൾ ആ പ്രേക്ഷകർക്കും ലാഭകരമാകണമെന്നാണ്. എല്ലാം ഒരു ബിസിനസ് മൈൻഡോട് കാണുമ്പോൾ പ്രേക്ഷകർക്ക് സിനിമയോടുള്ള താല്പര്യം കുറയുന്നതായി നമുക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് ഒരിക്കലും ആ ലോജിക്കിൽ ഒരിക്കലും ചിന്തിക്കാതെ നല്ലൊരു സിനിമ ഇറക്കുക. നല്ലൊരു രജനീകാന്തിന് ഉപയോഗിക്കാനുള്ള എല്ലാ സന്ദർഭങ്ങളും ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കണം. ബൈ ഫോർ എവർ.